ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ ഭാഗമായ പീഠം കണ്ടെത്തി. സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്നാണ് പീഠം കണ്ടെത്തിയത്. ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പരാതി നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നും കണ്ടെത്തൽ. വാർത്തയുടെ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ ദ്വാരപാലക ശില്പങ്ങളോടനുബന്ധിച്ചുള്ള പീഠം കാണാനില്ല എന്നുള്ള കാര്യം ആദ്യം പുറത്തു പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്, സ്പോൺസറാണ്. അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നും ഇപ്പോൾ പീഠം കണ്ടെത്തിയിരിക്കുന്നു. വലിയ ദുരൂഹതയാണ് ഇക്കാര്യത്തിൽ തോന്നുന്നത്. മറ്റു വിവരങ്ങൾ? തീർച്ചയായും നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ വലിയ ദുരൂഹതയാണ് ഈ പീഠവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നായാലും ശരി മറ്റ് ഭാഗത്തുനിന്നായാലും ഉയരുന്നത്. അതായത് ഈ പീഠം എങ്ങനെ നഷ്ടപ്പെട്ടു എന്നതടക്കമുള്ള രേഖകളിൽ പോലും ഇല്ല എന്നത് വേറൊരു ഭാഗത്ത് നിൽക്കുന്നു. അതിനിടയിൽ ആരോപണവുമായി വന്നെത്തിയ സ്പോൺസർ തന്നെ പിന്നീട് സ്പോൺസറുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയാനാകാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതാണ് വലിയ രീതിയിലുള്ള ദുരൂഹതയ്ക്ക് കാരണമെന്നതും പറയേണ്ടി വരും. കാരണം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ അടുത്ത സമയത്തുണ്ടായ വിവാദങ്ങളെല്ലാം ഉണ്ടാകുന്നു. ആ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തുടർന്ന് ആണ് ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ദ്വാരപാലക ശില്പത്തിനുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെന്ന് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെയാണ് ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം കൂടി കാണാതെ പോയി എന്നൊരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. ആ വെളിപ്പെടുത്തൽ നടത്തിയത് സ്പോൺസർ തന്നെയാണ്. നേരത്തെ ഈ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് ശില്പം അറ്റകുറ്റപ്പണികൾക്കായി കൊടുത്തു എന്നതടക്കമുള്ള അതിൻ്റെ തകിട് ഷീൽഡ് അറ്റകുറ്റപ്പണികൾക്കായി കൊടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ വരികയും അതിൽ സ്വർണം നഷ്ടപ്പെട്ടു എന്നതടക്കമുള്ള ആരോപണങ്ങൾ വേറെ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഒരു വെളിപ്പെടുത്തൽ കൂടി ഉണ്ടാകുന്നത്. അത് ഈ സ്വർണം സ്പോൺസർ നൽകി, അതായത് ദ്വാരപാലക ശില്പം സ്പോൺസർ നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് വലിയ രീതിയിൽ ഇതിൽ വിമർശനങ്ങളടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അന്വേഷണത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ സ്വർണം കണ്ടെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ ആധികാരിക രേഖകളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ 2021 അതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോഴും കൃത്യത്തിലൊരു ആധികാരികമായ രേഖകൾ ഇതിലൊന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഇല്ല എന്നതും ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. എന്താണ് ഇതിനുള്ളിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇനി വ്യക്തത വരുത്തേണ്ടത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാണ്. എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാം കോടതിയിൽ പറയും എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഉദ്യോഗസ്ഥൻ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിലെല്ലാം ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. ഇനി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നൽകേണ്ടിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുള്ള പ്രതികരണം നമ്മൾ തേടിയെങ്കിൽ പോലും അദ്ദേഹത്തെ ലഭിച്ചതുമില്ല. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ദുരൂഹത ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ടെല്ലാം ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അത് ഒരു പടി കൂടി കടന്ന് പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ദ്വാരപാലക ശില്പം, ആ ശില്പത്തിൻ്റെ പീഠം പോലീസിൻ്റെ അന്വേഷണത്തിൽ, അതായത് ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. ആ കണ്ടെത്തിയ പീഠം എന്ന് പറയുന്നത് ഈ സ്പോൺസറുടെ ബന്ധുവിൻ്റെ പക്കൽ നിന്നുമാണ് പീഠം കണ്ടെത്തുക കൂടി ചെയ്തിരിക്കുന്നത്. ഇതിലാണ് ഇപ്പോൾ ആ ദുരൂഹത നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ദേവസ്വം ബോർഡ് പറയുന്നത് ഒരു വാദം, അതോടൊപ്പം തന്നെ മറ്റൊരു വാദം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ സ്വർണം പൂശിയ പീഠം കണ്ടെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ ശബരിമലയെ തകർക്കുക അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിലനിൽക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഈ സംസ്ഥാന സർക്കാരായിക്കോട്ടെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നായിക്കോട്ടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ കൂടുതൽ വ്യക്തതകൾ ഇനി വരേണ്ടിയിരിക്കുന്നു. അതിൽ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു സഹായി ഉണ്ടായിരുന്നു, സഹായിയുടെ പക്കലാണ് കൊടുത്തയച്ചത്. അതിനുശേഷമാണ് സഹായിയാണ് സഹോദരിയുടെ പക്കലേക്ക് മാറ്റുന്നത് എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്ന സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ തേടുന്നുണ്ട്. വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇനിയും നമ്മൾ തന്നെ തേടുന്നുണ്ട്. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തൊരു വിശദീകരണം വന്നിരിക്കുന്നത് വിഷയത്തിൽ ഒഴിഞ്ഞു മാറിക്കൊണ്ടൊരു സമീപനമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിലവിൽ സ്വീകരിക്കുന്നത്. കാരണം കൃത്യമായൊരു ഉത്തരം തനിക്ക് പറയാനാകില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നതോടൊപ്പം തന്നെ അന്വേഷണം, ഈ വിഷയത്തിലുള്ള കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ നാളെ കോടതിയിൽ റിപ്പോർട്ട്
റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറയുന്നുണ്ട്. അപ്പോഴും ഇതിൽ എന്താണ് സംഭവിച്ചത്, യഥാർത്ഥത്തിൽ പീഠം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്, ആദ്യം പീഠം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന പീഠം എങ്ങനെയാണ് പിന്നീട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലെത്താൻ കാരണം, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ആരോപണവുമായി മുന്നോട്ട് വന്നു ബന്ധപ്പെട്ട കേസ് ദേവസ്വം ബെഞ്ച് പരിഗണിച്ചപ്പോൾ വളരെ കൃത്യമായി ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. ദേവസ്വം ബോർഡ് അറിയാതെ ഒരു സുരക്ഷാ സംവിധാനവുമില്ലാതെ എങ്ങനെയാണ് ഈ സ്വർണ്ണ പാളികൾ എങ്ങനെ സ്പോൺസറുടെ കൈവശം ഒരു മാസത്തോളം ഇരുന്നു? അതുപോലെ ഇത് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ ആരുമില്ലാതെ എങ്ങനെയാണ് ഒരു സഹായിയുടെ കൈവശം ഇതൊക്കെ കൊടുക്കുന്നതും വാങ്ങുന്നതും? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഹൈക്കോടതി ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസറെ സംശയനിഴലിൽ നിർത്തുന്ന ചില ചോദ്യങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആ സംശയങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പീഠം കണ്ടെത്തിയ സംഭവം എത്തി നിൽക്കുന്നത്. സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതല്ലേ? ദേവസ്വം ബോർഡിന് മാത്രമല്ല, ദേവസ്വം ബോർഡിന് അങ്ങനെ ഒഴിഞ്ഞു മാറി ഇത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? നീലിമ, ഒരിക്കലും ദേവസ്വം ബോർഡിന് ഈ വിഷയത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് തന്നെ പറയാം. കാരണം ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയേണ്ട ദേവസ്വം ബോർഡാണ്. നമുക്കറിയാം, നേരത്തെ ഈ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട്, അതായത് ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞിരുന്നു, ഇതിൻ്റെ സ്പോൺസർ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ഇതിളക്കി മാറ്റിയത്. സ്പോൺസർ അടക്കമുള്ളവരാണ് ഇതിൽ നവീകരണം അതായത് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് സ്പോൺസർ അടക്കമുള്ളവരാണെന്ന് പലതവണ പ്രതികരിക്കുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്ത് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയ സമയത്ത് ദേവസ്വം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. മറ്റ് തന്ത്രി അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ്, മേൽശാന്തി അടക്കമുള്ളവരെ ബോധിപ്പിച്ചുകൊണ്ടാണ് ഇത് സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആ സമയത്തൊന്നും പീഠത്തെക്കുറിച്ചൊരു വാർത്ത വന്നതേയില്ല. എന്നാൽ ഇതിന് പിന്നാലെയാണ് സ്പോൺസർ ഇത്തരത്തിലൊരു ആരോപണം പീഠവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിൽ അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെതിരായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണം നടക്കാൻ ആദ്യം സ്പോൺസർ എന്തുകൊണ്ട് പ്രതികരിച്ചു എന്നൊരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഇത് തിരിച്ച് സ്പോൺസറുടെ പക്കൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഈ സ്വർണ്ണപീഠം എങ്ങനെയാണ് തിരിച്ച് ഈ സ്പോൺസറുടെ കയ്യിലേക്ക് എത്തിയത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുകയാണ്. അതായത് ഇക്കാര്യങ്ങളിൽ ഒട്ടേറെ മറുപടികൾ വരാനുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.